കാർമേഘത്തിന്റെ ഇടയിലുള്ള ഒരു കിരണമായിട്ട് വേണം ഇതിനെ കാണാൻ. യഥാർത്ഥത്തില് 2000 മുസ്ലിങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് വഴിവെച്ച ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് ഈ പറഞ്ഞ ബിൽക്കിസ് ബാനു കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പല നടപടികളും ഒരുപക്ഷെ നമ്മളെ ഞെട്ടിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് സുപ്രീം കോടതിയിൽ പരിശോധിക്കുന്നത് സ്വാഗതാർഹമാണ്. അതില് ഒന്ന്, പൊതുപ്രവർത്തകര് ഇത്തരത്തിലുള്ള ഒരു നീതികേട് സംഭവിക്കുമ്പോൾ രംഗത്ത് വരുന്നത്, കോടതികളെ സമീപിക്കുന്നത്, അത് സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് സുപ്രീം കോടതിക്ക് വന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു സംസ്ഥാന ഭരണകൂടം അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തന്നെ ഒത്താശയോടുകൂടി ഈ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റത്തിലെ പ്രതികളെ ഇങ്ങനെ വെറുതെ വിടുകയും അവരെ ആനയിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് അവരെ പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളതാക്കി മാറ്റുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ ഒരു പ്രക്രിയക്കേറ്റ വലിയൊരു തിരിച്ചടിയായിട്ട് വേണം സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തെ കാണാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ട ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ്. അതായത് 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അവരുടെ 3 വയസ്സുകാരി കുട്ടിയെ അടിച്ചു കൊല്ലുക, അമ്മ ഉൾപ്പെടെ 14 ബന്ധുക്കളെ കൂട്ടക്കൊല ചെയ്യുക, എന്നിട്ട് ആ ഒരു കുറ്റകൃത്യത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരകരും പങ്കാളികളും അവർ ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. 11 വർഷം തടവ് എന്ന് പറയുന്നത് കേവലം സാങ്കേതികപരമാണെന്ന് അന്വേഷണത്തിൽ തെളിയുന്നു. അവർക്ക് ദീർഘകാലത്തെ പരോളുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ പല കുറ്റവാളികളും 3-4 വർഷം പോലും യഥാർത്ഥത്തിൽ ജയിലിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത പോലും പുറത്തു വന്നു. എന്നിട്ടും കുറ്റകരമായ ഒരു നിശബ്ദതയായിരുന്നു പലപ്പോഴും അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ വൈകി വന്ന ഒരു നീതിയാണ്. ഈ നീതി സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്ക് ഒരു ഉത്തേജനം നൽകും. അതല്ലെങ്കിൽ ഇതുപോലുള്ള അനീതി നടക്കുമ്പോൾ അവർക്ക് വേണ്ടി രംഗത്ത് വരാൻ വേണ്ടി പൊതുപ്രവർത്തകർ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, മഹുവ മൊയ്ത്രയെ പുറത്താക്കിയല്ലോ, അവരുടെ ശബ്ദം അടക്കമാണ് സുപ്രീം കോടതിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വിശദീകരിക്കുന്ന ഇത്രയും ക്രൂരമായ കാര്യങ്ങളൊക്കെ ഭരണകൂടത്തിന്റെ എല്ലാ അനുമതികളോടെയും അവിടെ നടന്നത് മോദി അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും. അപ്പോൾ അന്നത്തെ ഗുജറാത്ത് സർക്കാരിന്, പിന്നെ ഇപ്പോൾ 2022 ഈ തീരുമാനമെടുത്ത ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി എന്നൊക്കെ പറയുമ്പോൾ അത് ആത്യന്തികമായി മോദിക്കുള്ള തിരിച്ചടി തന്നെയല്ലേ? തീർച്ചയായും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന റെമിഷന് വേണ്ടി, അതായത് ഇവരെ വിട്ടയക്കാൻ വേണ്ടിയിട്ടുള്ള ഫയലുകളിൽ ചിലത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ പോലും തിരിച്ചു വന്നതാണ്. മാത്രമല്ല, ഈ വിഷയം കോടതി വന്നപ്പോൾ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഗുജറാത്ത് ഗവൺമെന്റിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൊക്കെ ഈ പറയുന്ന ഇവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതിനെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. അത് മാത്രമല്ല, ഈ മോഡി ഭരണത്തിന്റെ പിന്തുണക്കാരെന്ന് പറയുന്ന ആൾക്കാരെ പരസ്യമായിട്ട് ഇവരെ മാലയിട്ട് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് മിഠായി നൽകിയിട്ട് ആഘോഷിക്കുകയും ചെയ്തു. അത്രത്തോളം ക്രൂരമായ ഒരു കുറ്റകൃത്യത്തെ മുൻനിർത്തി നടന്ന സംഭവ പരമ്പരകൾ ഒരുപക്ഷെ ഈ ഒരു വിധിയിലൂടെ വൈകിയാണെങ്കിലും ഒരു നീതി ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അത് മാത്രമല്ല, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ കേസുകളിൽ സുപ്രീം കോടതി തന്നെ സ്വീകരിച്ച നിലപാടുകൾ ശരിയാണോ എന്നുള്ള ഒരു പുനർവിചിന്തനം സുപ്രീം കോടതിക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും. ടീസ്റ്റ സീതൽവാദിനെ പോലുള്ള ആൾക്കാർ അവരെയൊക്കെ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പറഞ്ഞ ഇരകൾക്ക് വേണ്ടി രംഗത്ത് വന്നു എന്നൊരൊറ്റ കാരണത്താൽ അവരെ പോലും ജയിലിലടച്ചൊരു സാഹചര്യം ഉണ്ടായി. അവരെ ജയിലിലടയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളാണെന്നുകൂടി നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ ഇരുണ്ട കാർമേഘ വിധാനത്തിൽ ഒരു ചെറിയൊരു വെള്ളകീറലായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. നന്ദി ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ബിൽക്കിസ് ബാനു കേസിൽ സുപ്രീം കോടതി വിധിയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം എത്തും പ്രതികരിക്കാനായി. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വിധിന്യായത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ?
ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇപ്പോൾ കോടതി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ കേസുകളിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുന്ന കേസുകളിൽ പ്രതികൾക്ക് ഏത് വിധത്തിലൊക്കെ ഇളവ് നൽകാം എന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വിചാരണ കോടതിയുടെ അനുവാദം അഥവാ അഭിപ്രായം ഇത്തരത്തിൽ ഈ ഇളവ് നൽകുമ്പോൾ പരിഗണിക്കുന്നത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. വിചാരണ നടത്തിയ കോടതി ആ നടപടികൾ ഈ പ്രതിക്ക് ഇളവ് നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ പ്രതിക്ക് മാനസാന്തരം ഉണ്ടായോ എന്നതടക്കം പരിഗണിക്കാൻ ഈ വിചാരണ കോടതി ജഡ്ജിയെ കൂടി സമീപിക്കുന്നത് നല്ലതാണ്. അതാണ് ഈ യഥാർത്ഥ മാനസിക പരിവർത്തനം ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ ഉചിതമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രതിക്ക് അദ്ദേഹത്തിന് ശിക്ഷാ ഇളവ് നൽകുമ്പോൾ കേവലമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഉപരി ഉചിതമായി ഇയാൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ സമൂഹത്തിന് ശിക്ഷാവിധി നൽകുന്നത് കൊണ്ടുള്ള ഗുണഫലം ലഭ്യമാവുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യത്തിൽ വളരെ വിപുലമായിട്ടുള്ള താല്പര്യങ്ങൾ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ഉപരിയായിട്ട് ഉണ്ടാകണം എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഈ വിധി പല കേസുകളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നതാണ്. ഇവയെല്ലാം സംയോജിപ്പിച്ച് നോക്കിയാൽ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം അത് നിയമപ്രകാരം നിലനിൽക്കാത്തതാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിൽ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന നിലപാട് കൂടി കോടതി ഇതിന്റെ ഭാഗമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തീരുമാനം അത് ഒരു പ്രതിയാണ് റമീഷിന് വേണ്ടി അനുവാദം ആവശ്യപ്പെടുന്നത്. അത് മറ്റു പ്രതികൾക്ക് കൂടി അനുബന്ധമായി നൽകിക്കൊണ്ട് ഉദാരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രതിക്ക് മാനസാന്തരപ്പെട്ടു എന്ന് തോന്നി ഒരു പ്രതി സമർപ്പിച്ച ഒരു അപേക്ഷ അതെങ്ങനെ ബാക്കിയുള്ളവർക്ക് ബാധകമാക്കി എടുക്കാൻ സാധിച്ചു, ഒരു പൊതു താല്പര്യമാക്കി ഇതിനെ മാറ്റാൻ എങ്ങനെ സാധിച്ചു ഗുജറാത്ത് സർക്കാരിന് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഗുജറാത്ത് സർക്കാരിന് മേൽ അവർ കൈക്കൊണ്ട തീരുമാനങ്ങൾക്ക് മേൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തിരുത്തൽ നടപടി എന്ന